अकेला देखिए इसका वीडियो जब हम पहली बार देखे तो हम भी रोने लगे। हम बोले हे भगवान कितना गलत करते हैं आप कि बताइए ये लड़की को कैंसर हो गया और ये लड़का എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ രേണുവിനെ ഓർത്തിട്ടാണ്. ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നില്ലേ, അവര് ക്യാൻസർ ആണെന്ന് പറഞ്ഞു, എല്ലാവരോടും ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് വ്ളോഗ് ചെയ്തു. എനിക്ക് ക്യാൻസർ ആണ്, എൻ്റെ പൈസ ഇല്ല, എനിക്ക് എന്നെ കല്യാണം കഴിക്കാരും വരില്ല, കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു, അവർക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് അവർ വ്ളോഗ് ചെയ്ത് എല്ലാവരും കരച്ചിലായിരുന്നു, പറച്ചിലായിരുന്നു, പൈസ അയച്ചു കൊടുത്തു, ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എല്ലാവർക്കും ഭയങ്കര വിഷമായി. അങ്ങനെ അയാളെ കല്യാണം കഴിക്കാനായിട്ടും അങ്ങനെ ഒരാൾ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് അവർ അതീവ ഗുരുതര അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ക്യാൻസർ ആണേ കല്യാണം കഴിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒരു വ്ളോഗ് ചെയ്തു. എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ല, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് മുന്നേ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കാവുന്ന മാക്സിമം പൈസ അവരുണ്ടാക്കി. എല്ലാവരും കരയുമായിരുന്നു, യോ ആ പെങ്കൊച്ച് കല്യാണം പോലും കഴിക്കാത്ത ആ പെങ്കൊച്ചിന് ക്യാൻസർ ആയല്ലോ, എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച് എല്ലാവരും കగ్గമഴിഞ്ഞ് അങ്ങ് സഹായിച്ചു. വീഡിയോ നന്നായിട്ട് വൈറലായി പോകുന്നുണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ പൈസയൊക്കെ അവരുടെ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് വേറെ ചില പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു, ഞാൻ വിചാരിച്ചു എനിക്ക് ക്യാൻസർ ആണെന്ന്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ കണ്ട് കരഞ്ഞതും പിന്നെ പൈസ അയച്ചു കൊടുത്തേയും ഈ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരായി അപ്പൊ അതാണ് അവിടെ ഒരു ലേഡി വന്ന് പറയുന്നത്. ഇത്ര ജൂട്ട് കള്ളം പറഞ്ഞു, അവർക്ക് ക്യാൻസർ ആണെന്ന്. കല്യാണം പോലും ബെഡിൽ കിടന്നിട്ട്, അതായത് ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നിട്ടാണ് കല്യാണം പോലും നടന്നത്. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും വൈഫും കൂടെ വന്നിട്ട് പറഞ്ഞു അവർക്ക് ക്യാൻസർ ഇല്ലാന്ന്. ഇപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് തോന്നുമോ? ഇല്ല. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ മുടിയൊക്കെ പോയിട്ട് മുടിയൊന്നും ഇല്ലാതെ ഇരിക്കുക, പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ? ഇല്ല. അപ്പൊ നമ്മുടെ രേണുവിനെ ഞാൻ ഓർത്തു പോയി ഇവരുടെ വീഡിയോ കണ്ടപ്പം, അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. നമ്മുടെ രേണുവിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മുടെ ഫാദർ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വന്നേ. ഫാദറിനെ ആ ഒരു ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ഇട്ടതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും എല്ലാം എടുത്തിട്ട് അങ്ങ് അറഞ്ചം മലക്കി എല്ലാവരും നെഗറ്റീവേ പറയുന്നുള്ളൂ. ഒരു മനുഷ്യർ പോലും നമ്മുടെ ഫാദറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പാവം ഫാദർ, എന്ത് ചെയ്യാനാ? ഫാദർ അപ്പൊ വിചാരിച്ചു, ഓഹോ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല, അയ്യോ ഞാനൊരു വിശപ്പല്ലേ, ഞാനൊരു നമ്മുടെ രേണുവിന്റെ കൂട്ടുകാരി പറയാനൊക്കെ വിശപ്പാമ്പല്ലേ, അപ്പൊ അതുകൊണ്ട് വിശപ്പാമ്പായിട്ട് ഞാൻ നമ്മുടെ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അബദ്ധമായി പോയോ, ചെയ്യാം, ഒരു വീഡിയോ കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വേറൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ കിച്ചുലല്ല രാംദാസ്, അങ്ങനല്ലേ, രാംദാസ് എന്നല്ലേ പേര്, അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഈ ഒരു അങ്ങ് മറന്നുപോയി. അപ്പം കിച്ചുവിന്റെ പേരിൽ ഇട്ട വീഡിയോസ് എല്ലാം ഞാനൊരു തെറ്റായ ചിന്തയോട് കൂടി ഇട്ട വീഡിയോസ് അല്ല, അവന്റെ നന്മയ്ക്ക് വേണ്ടി ഇട്ടതാണ്. പിന്നെ ഞാൻ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ രേണുവിന്റെ വീട്ടുകാരും നാട്ടുകാരും പിന്നെ പോലീസും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കിച്ചു വളരെ മോശമാണ്, കിച്ചുവിന് ഭയങ്കര വലിയൊരു കേസ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മുടെ ഫാദറിന് കിച്ചുവിന്റെ പേരിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വന്നു, അപ്പോൾ ഭയങ്കര വലിയൊരു കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിച്ചുവിനെതിരായിട്ട് സംസാരിക്കേണ്ടി വന്നത്. ഞാൻ ആ ഭയങ്കര കേസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ നിങ്ങളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കിച്ചുവിനെ വെറുക്കും, ഞാൻ വെറുത്തത് പോലെ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല കിച്ചുവിനെ, കാരണം അത്ര വലിയ തെറ്റാണ് കിച്ചു ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ കിച്ചു ചെയ്ത വലിയ തെറ്റ് ഫാദർ അങ്ങോട്ട് പറയുന്നത് കേട്ടപ്പോഴല്ലേ നമ്മളെ വിചാരിച്ച അയ്യോ ഇതായിരുന്നോ കാര്യം. രണ്ടു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്തെ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ രണ്ടു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കുമ്പോൾ ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു, അത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു, അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി, തൃക്കൊടുത്താനും പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു, ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. കാരണം ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടുത്താനും പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ.
എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അപ്പൊ അവര് ബൈക്ക്, കിച്ചുവിന്റെ ബൈക്ക് പോലീസ് പിടിച്ചു. കിച്ചുവിന്റെ ബൈക്ക് ഓടിച്ചിരുന്ന സമയത്ത് കിച്ചുവിന്റെ 3 കൂട്ടുകാരും, അത് കിച്ചു ഉൾപ്പെടെ 3 പേരെയും കൂടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ കിച്ചു നല്ല ഫോമിലായിരുന്നു. അപ്പോൾ ബൈക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല കിച്ചുവിന്. ഇപ്പോഴും ഈ നിമിഷം വരെ ബൈക്ക് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ അത്ര വലിയ തെറ്റ് ചെയ്തിട്ടല്ലേ കിച്ചു ആ ബൈക്ക് എടുക്കാൻ വരാഞ്ഞത്? എൻ്റെ പൊന്നു ഫാദറെ, കിച്ചുവിന്റെ കയ്യിൽ നമുക്കുള്ള ഇപ്പോൾ ഒരു 3-4 ബൈക്ക് മേടിക്കാനുള്ള പൈസ കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കിച്ചു ആ ബൈക്ക് തിരിച്ചെടുക്കാൻ വരാഞ്ഞത്. ഇത്ര വലിയ തെറ്റായിരുന്നോ കിച്ചു ചെയ്തത്? ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ കിച്ചുവിൻ്റെ അമ്മയും അച്ഛനുമാണ്. അച്ഛൻ സുധിയാണ് ഉത്തരവാദി. അതേ കണക്ക് അന്ന് അമ്മയായിരുന്ന രേണുവാണ് ഉത്തരവാദി. അപ്പോൾ ആരാണ് തെറ്റുകാർ? കിച്ചു തെറ്റാണെങ്കിൽ അത്രയും തെറ്റ് കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും ചെയ്തിട്ടുണ്ട്. അതായത് അവനെ നേരെ ചൊവ്വയെ വളർത്തിയില്ല. അതാണ് പേരൻസ് ചെയ്ത തെറ്റ്. അതിൽ ഫാദർ ഇപ്പം ഇങ്ങനെ ഒരു തെറ്റ് കിച്ചു ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫാദർ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഒരു മൈക്ക് കൊടുത്ത് ഒരു മീഡിയക്കാരെയും വിളിച്ചിട്ട് കിച്ചു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഭാവി പോലും പോകുന്ന ഒരു തെറ്റാണ്, പാവം രേണു വളരെ വിഷമാവസ്ഥയിലാണ് പോകുന്നത്, രോഗാവസ്ഥയിലാണ് നമ്മുടെ രേണു പോകുന്നത്, ആ ഒരു പാവം പിടിച്ച പെങ്കൊച്ചിനെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വഴക്ക് പറയരുത്, ആ പെങ്കൊച്ചൊന്ന് ജീവിച്ചോട്ടെ, ഞാൻ പ്രാർത്ഥിച്ച ആ പെങ്കൊച്ചിനെ അസുഖത്തിൽ നിന്ന് മുക്താക്കും. കിച്ചു അവൻ ചെയ്ത തെറ്റ് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഫ്യൂച്ചർ വരെ നശിച്ചു പോകുന്ന രീതിയിൽ ഇത്ര വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് രേണു അങ്ങനെ നിൽക്കുന്നത്. രേണു പറയുന്ന കിച്ചു ചെയ്ത തെറ്റ് രേണു പറയുന്നത് കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ അവനെ വെറുത്തു. ഒരു മനുഷ്യർക്കും അവനെ സ്നേഹിക്കാൻ കഴിയില്ല, അത്ര വലിയ തെറ്റാണ് കിച്ചു ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാദർ നല്ല ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തു. ഫാദർ വിചാരിച്ച് ഫാദർ ഇങ്ങനെ മറച്ചു വെച്ചിട്ടാണല്ലോ ആദ്യത്തെ ഇന്റർവ്യൂ കൊടുത്തത്. അതായത് കിച്ചു ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് രേണുവും പറയുന്നുണ്ട്. അതേ കണക്കിപ്പോൾ അത് കയറ്റിപ്പിടിച്ച് ഫാദറും പറയുന്നുണ്ട്. അപ്പോൾ ഫാദർ വിചാരിച്ചു ഇങ്ങനെ പറയുമ്പോഴത്തേന് എല്ലാവരും കിച്ചുവിനെ അങ്ങ് എതിർക്കും, രേണുവിനെ എല്ലാവരും അങ്ങ് സപ്പോർട്ടുമായിട്ട് നിൽക്കും. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഫാദർ ആയിട്ടുള്ള ഇത്രയും വലിയ ബിഷപ്പായിട്ടുള്ള ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തില്ലേ? അപ്പം എല്ലാവരും ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിലൂടെ കിച്ചു കൊള്ളരുതാത്തവനാണ്, രേണു നല്ലവളാണെന്ന് ഞാൻ അങ്ങ് ഇന്റർവ്യൂവിലോ പറയുമ്പോൾ എൻ്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും കിച്ചുവിനെ അങ്ങ് വെറുക്കും, എല്ലാവരും രേണുവിന് സപ്പോർട്ട് ചെയ്യും, ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്ന് നമ്മുടെ പാവം ഫാദർ അങ്ങ് വിചാരിച്ചു പോയി. ഫാദർ അറിഞ്ഞില്ലല്ലോ വീഡിയോ ഇറങ്ങുമ്പോഴത്തേനെ എല്ലാവരും കൂടെ ഫാദറിന്റെ നേരെ തിരിയുമെന്ന് ഫാദർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും വീഡിയോ ഇറങ്ങി എല്ലാവരും കൂടെ ഫാദറിന് നേരെ അങ്ങ് തിരിഞ്ഞു. ഫാദറിനെ നല്ല വീഡിയോസ് ഇട്ടതും എല്ലാവരും ഫാദർ ഇട്ടുന്ന ഡ്രസ്സിനെ പറ്റി, അതായത് ആ ഒരു കുപ്പായത്തിന് ഒരു സവിശേഷതയുണ്ട്, അതൊരു പവിത്രമായ ഡ്രസ്സാണ്. അങ്ങനെ കയ്യിൽ പിടിച്ചേക്കുന്ന കുരിശ്, അതും ഒരു പവിത്രമായ കാര്യമാണ്. ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് ഒരു പയ്യനെ, അതായത് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, തെറ്റ് ചെയ്തു, മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ? അപ്പൊ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ നേർവഴി നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലേ ഈ ഡ്രസ്സും ഇങ്ങനെ കുരിശൊക്കെ പിടിച്ചിട്ട് ഫാദർ ആണെന്ന് പറഞ്ഞിട്ട് ഫാദർ ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ്. എന്താണ്? തെറ്റുകൾ ചെയ്യുന്ന കുഞ്ഞാടുകളെ നേർവഴിക്ക് നയിക്കുക. പക്ഷെ നമ്മളെ ഫാദർ ചെയ്തത് എന്താ? തെറ്റുകൾ ചെയ്ത കുഞ്ഞാടിനെ കുറെ കൂടെ ജീവിതം അങ്ങോട്ട് കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാവരുടെയും കൂടെ പറഞ്ഞു, ഞാൻ എന്തായാലും തെറ്റ് ചെയ്ത അവനെ തെറ്റിലേക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇനി നിങ്ങൾ എല്ലാവരും കൂടെ അവനെ തെറ്റിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും വെറുക്കുക എന്ന് നമ്മുടെ ഫാദർ അങ്ങ് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഫാദർ ചെയ്യേണ്ടത് തെറ്റ് ചെയ്ത കുഞ്ഞാടിനെ നേരിൻ്റെ വഴിയിലേക്ക് നടത്തുക, അവനെ നേർവഴിക്ക് നടത്തുക, അവനെ നാട്ടുകാരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതിരിക്കുക. അതല്ലായിരുന്നോ ചെയ്യേണ്ടത്? എനിക്കൊന്നും അങ്ങനെ ചെയ്യണ്ടായിരുന്നെന്നും. ഞാൻ ഫാദറൊന്നുമല്ല, എന്നാലും എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ഭയങ്കര വിശ്വാസമാണ്, അവർ എനിക്കിഷ്ടമാണ്. എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ മതങ്ങളിലും ഞാൻ ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഞാനൊരു മതവിദ്വേഷിയൊന്നുമല്ല, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. എൻ്റെ മോൻ പഠിച്ചതൊക്കെ കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പം അവനും പ്രാർത്ഥനയും ഇതുമൊക്കെ ചെയ്യുമായിരുന്നു. എന്ന് വിചാരിച്ച് നമ്മളെ ഹിന്ദുത്വം വിട്ടിട്ടില്ല, അത് നമ്മൾ. എന്നാലും ഞാൻ പറയുക, ഇഷ്ടമാണ്, നമുക്കങ്ങനെ ഇഷ്ടം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫാദേഴ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ചർച്ചിൽ, അതായത് എൻ്റെ മോൻ സ്കൂളിൽ പോകുന്ന അവിടുത്തെ ചർച്ചിലും ഉള്ള ഫാദറിനെ കൂടെ ഞാൻ പോയി സംസാരിക്കാറൊക്കെ ഉണ്ട്. ഫാദർ എനിക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ തരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ, ഈ ഫാദേഴ്സിനെയൊക്കെ. ഞാനപ്പോൾ ഈ ഫാദറിനെ അങ്ങനെയാണ് കണ്ടത്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നു ഗൈസ്. പോട്ടെ അതെല്ലാം പോട്ടെ. നമ്മൾ വന്നത് നമ്മുടെ ഇവിടുത്തെ ബിഷപ്പിൻ്റെ കാര്യം പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെ ബിഷപ്പ് ചെയ്യേണ്ടത് അതല്ലായിരുന്നോ? ബിഷപ്പേ നമ്മുടെ കിച്ചുവിനെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ബിഷപ്പ് ചെയ്തത് അവനെ തെറ്റിൽ നിന്നും കൂടെ നീ തെറ്റായി പൊക്കോളൂ, നീ പിശാചിന്റെ കുഞ്ഞാടായി പൊട്ടി എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് ചാപിച്ചു വിട്ടു അല്ലേ.
അപ്പോൾ നമ്മൾ കണക്കുള്ള ആൾക്കാരത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുമോ? ഇല്ലല്ലോ, നമ്മൾ എതിർക്കും. ഇപ്പോൾ വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നതിനകത്തും അങ്ങ് മെഴുകാനൊക്കെ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. അതും അങ്ങോട്ട് പാളിപ്പോയി. ആദ്യത്തത് പാളിപ്പോയി, രണ്ടാമത്തത് അതിനെയും കാട്ടിയും പാളിപ്പോയി. രണ്ടാമത്തതിനകത്ത് ബോംബ് പൊട്ടിക്കാൻ വന്നതാ, അതായത് കിച്ചു ചെയ്ത വലിയ തെറ്റിനെ കുറിച്ച് പറയാൻ വന്നതാ. പക്ഷെ ബോംബായിട്ട് വന്നത് ഓലപ്പടക്കാട്ടങ്ങ് പോയി, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും കിച്ചുവിനെ അറിയാം. കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കിച്ചു തന്നെ പറയുന്നുണ്ട്. കിച്ചുവിന്റെ അറിവില്ലാത്ത പ്രായത്തിൽ കിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് തെറ്റുകൾ. ആ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ആരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ അവൻ തെറ്റ് ചെയ്തു, അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് ഇനി ശരിയിലേക്ക് പോകണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെ നീ തെറ്റ് ചെയ്തവനല്ലേ, അതുകൊണ്ട് ഇനിയും നീ തെറ്റ് തന്നെ ചെയ്താൽ മതി, നീ തെറ്റിലേക്ക് തന്നെ പോ എന്നാണോ പറയേണ്ടത്? മനുഷ്യരല്ലേ നമ്മളൊക്കെ. അപ്പൊ ഈ ഫാദറിന് എന്തുകൊണ്ട് അത് തോന്നിയില്ല? ഈ രേണു പറഞ്ഞു കൊടുത്ത നുണകളെല്ലാം കൂടെ കേട്ടോണ്ട് എന്തിനാണ് ഫാദറെ ഇങ്ങനെ ആ ഒരു പാവം പയ്യനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഫാദറെ ഒട്ടും നല്ലതല്ല കേട്ടോ. അപ്പൊ രേണു ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന് ഫാദറിന് അറിയായിരിക്കും. ഫാദർ സോഷ്യൽ മീഡിയ ഒന്നും കാണില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതാ. സോഷ്യൽ മീഡിയ കാണും, ഒക്കെ നല്ലപോലെ കാണും. പക്ഷെ ഇപ്പൊ എന്താണ് ഫാദർ ഈ രേണു നല്ലവളാണ്, രേണുവിനെ അങ്ങ് നല്ലവളാക്കാൻ ഒരു മാലാഖയാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഫാദർ. എന്താണെന്ന് അറിയാമയ്യ. വേണ്ട, നമുക്ക് എല്ലാവർക്കും രേണുവിന്റെ സ്വഭാവം അറിയാം. രേണു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അറിയാം. ഞാനത് അടുത്ത ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. രേണുവിന്റെ കുറെ അസുഖത്തെ പിന്നെ കണ്ടന്റ് ആക്കിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ രേണു. ഞാനത് അടുത്ത വീഡിയോയിൽ, അത് ഇന്ന് തന്നെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ പറയേണ്ടത് ഫാദറിന്റെ കാര്യമാണ്. അപ്പൊ ഈ ഫാദർ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളിൽ ആരൊക്കെ കിച്ചുവിന്റെ ഭാഗത്താണ്, ആരൊക്കെ നമ്മുടെ രേണുവിന്റെ ഭാഗത്താണെന്നൊന്ന് പറയണേ. ഞാൻ കിച്ചുവിന്റെ ഭാഗത്താ. നിങ്ങളൊക്കെയോ ഫാദറിന്റെ ഭാഗത്തും ഉണ്ടോ എന്നും കൂടെ പറയണേ. ഫാദർ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നും കൂടെ ഒന്ന് പറയണേ. എൻ്റെ ഒരു കണ്ണിലൂടെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഫാദർ പറയുന്നതൊന്നും ശരിയല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫാദർ പറയുന്നതൊക്കെ ശരിയാണെന്ന്? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതും എന്താണെന്ന് എല്ലാവരും ഒന്ന് പറയൂ. അപ്പം എൻ്റെ വീഡിയോകളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതൊക്കെ പോകുന്നല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. എല്ലാവർക്കും ബൈ.